വന്യജീവി ആക്രമണവും അതേ തുടർന്നുള്ള മരണം, മറിയക്കുട്ടി വിവാദം, ഭൂമി പട്ടയ പ്രശ്നം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ചർച്ചയായ മണ്ഡലമാണ് ഇടുക്കി. സിറ്റിംഗ് എം എൽ എ ഡീൻ കുര്യാക്കോസാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി. ജോയ്സ് ജോർജാണ് LDFിലെ പോരാളി. BDJSലെ സംഗീത വിശ്വനാഥാണ് NDAയുടെ സ്ഥാനാർത്ഥി. രാഹുൽ വിജയൻ ഇടുക്കിയിലെ കാഞ്ഞാറിൽ നിന്ന് ഇടുക്കിയുടെ വിവരങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ. കാഞ്ഞാറിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ മത്സരം കടുത്തു എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് പൊതുവെ ഇടുക്കി നൽകുന്ന ചിത്രം? ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമാണെന്ന് പ്രവചനാതീതമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ആളുകളോടൊപ്പം ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മേൽക്കൈ UDF സ്ഥാനാർത്ഥിക്കുണ്ട് എന്നുള്ള സർവേ ഫലങ്ങളൊക്കെ നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. പക്ഷേ അവസാന ദിവസത്തിലേക്ക് എത്തിയപ്പോൾ, കലാശക്കൂട്ടിലേക്ക് എത്തിയപ്പോൾ അതല്ല അവസ്ഥ. 3 സ്ഥാനാർത്ഥികളും കട്ടയ്ക്ക് നിൽക്കുകയാണ്. ആർക്ക് വിജയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ഒരു UDF ചായ്വുള്ള മണ്ഡലമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ടിൻ്റെ ഒരു ചരിത്രം കൂടി പരിശോധിക്കുകയാണെങ്കിൽ 1-1 എന്ന നിലയ്ക്ക്, അതായത് LDFും UDFും ഒരേപോലെ തന്നെ ഇവിടെ വിജയം കൈവരിച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ 2019 ഒരു ചരിത്ര വിജയം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡീൻ കുര്യാക്കോസിനുണ്ടായിരുന്നു. 1,71,053 വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിനുണ്ടായിരുന്നു. ആ വോട്ട് മറികടന്ന് ഇത്തവണ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് 2014 ഇവിടെ നിന്ന് വിജയിച്ചിട്ടുള്ള ജോയ്സ് ജോർജിനെ വീണ്ടും ഇറക്കിക്കൊണ്ട് LDF കരുതുന്നത്. മാത്രമല്ല ഇത്തവണ കഴിഞ്ഞ തവണയൊക്കെ ജോയ്സ് ജോർജ് കഴിഞ്ഞ 2 തവണ മത്സരിച്ചിട്ടുണ്ട്. 2014 2019 മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ജോയ്സ് ജോർജ് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചെങ്കിൽ ഇത്തവണ സഖാവ് ജോയ്സ് ആയിട്ടാണ് മത്സരിക്കുന്നതെന്നുള്ള പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. അതിൻ്റെ ഒരു ആവേശവും ഈ പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രചരണമൊക്കെ അങ്ങ് കൊഴുപ്പിച്ച് നല്ല വലിയ ആഘോഷത്തോടു കൂടിയായിരുന്നു. ഇപ്പോഴും ആ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. കലാശക്കൊട്ടിൻ്റെ ഒരു ആവേശമൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യ വന്യജീവി സംഘർഷം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചർച്ചയാകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 2 മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ മാത്രം 5 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കൂടുതൽ പേർക്ക് വന്യജീവി ആക്രമണത്തിൽ പരിക്കുപറ്റി. നിരവധി കെട്ടിടങ്ങൾ, വീടുകൾ കാട്ടാന ഉൾപ്പെടെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഇത് തന്നെയാകും ഈ മണ്ഡലത്തിലെ ആളുകൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ കൃത്യമായും ഓർമ്മിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ മുന്നണികൾ എല്ലാവരും തന്നെ പറയുന്നത്. NDAയുടെ സ്ഥാനാർത്ഥിയുടെ കാര്യം കൂടി പറയേണ്ടതുണ്ട്. സംഗീത വിശ്വനാഥനാണ്. 2021 അവർ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരിചിതമായൊരു മുഖം കൂടിയാണ് NDA ഇത്തവണ ഈ ഇടുക്കി പാർലമെന്റിൽ ഇറക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനം ഈ ജില്ലയുടെ അല്ലെങ്കിൽ ഈ ഒരു പാർലമെന്റ് മണ്ഡലത്തിന്റെ വലുപ്പമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, ആ ജില്ലയും കടന്ന് എറണാകുളത്തിന്റെ 2 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെട്ട്, അതായത് കോതമംഗലം, മൂവാറ്റുപുഴ, ഈ 2 മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം. ഇതിൽ കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ ഈ 3 നിയോജക മണ്ഡലങ്ങളാണ് ഈ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിൽ വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകം. ഇവിടുത്തെ വോട്ടുകൾ, അതായത് RC വോട്ടുകളുണ്ട്, അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളുണ്ട്, ഇഴവ് വോട്ടുകളുണ്ട്. ഈ 3 വോട്ടുകളുടെയും ഒരു ഏകീകരണമായിരിക്കും ഒരുപക്ഷെ ഏത് സ്ഥാനാർത്ഥി വിജയിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും അവസാനത്തെ ഉത്തരം നൽകാൻ പോകുന്നത്. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലിലാണ് എല്ലാ മുന്നണികളും. വലിയ വിജയപ്രതീക്ഷ 3 മുന്നണികളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇവിടെ ഒരു വ്യക്തമായ മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.